ജീവൻ മുക്തി വിവേകം. ജീവൻ മുക്തി പ്രമാണ പ്രകരണം. ഓഡിയോ ബുക്ക് തുടരുന്നു. എന്താണ് ജീവൻ മുക്തി? അങ്ങനെയൊന്നും ഉണ്ടെന്നുള്ളതിന് തെളിവെന്താണ്? അത് നേടേണ്ടത് എപ്രകാരം? നേടിയാൽ തന്നെ പ്രയോജനമെന്ത്? പറയാം. ജീവിച്ചിരിക്കുന്ന മനുഷ്യന് ഞാൻ കർത്താവാണ്, ഭോക്താവാണ്, ഞാൻ സുഖിക്കുന്നു, ദുഃഖിക്കുന്നു ഇത്യാദി ചിത്തസങ്കല്പങ്ങൾ ക്ലേശത്തെ ഉളവാക്കുന്നതുകൊണ്ട് ബന്ധമായി ഭവിക്കുന്നു. ഈ ബന്ധത്തെ ഒഴിവാക്കി ജീവിക്കുന്നതാണ് ജീവൻ മുക്തി. ഒന്ന് ചോദിക്കട്ടെ, ഈ ബന്ധം ആർക്കാണ് ഇല്ലാതാകേണ്ടത്? സാക്ഷിയായി നിലകൊള്ളുന്ന ആത്മാവിനാണോ അതോ ചിത്തത്തിനാണോ? ആത്മാവിനാണെന്നു പറയുക വയ്യ. ജ്ഞാനം ലഭിക്കുന്നതോടുകൂടി ഒരിക്കലും ബന്ധത്തിൽ അകപ്പെട്ടിട്ടില്ലാത്ത നിത്യനിർമുക്തനാണ് ആത്മാവെന്ന് ബോധ്യമാകുന്നു. അതുകൊണ്ട് ആത്മാവിൽ നിന്നും ബന്ധം ഒഴിവാക്കുക എന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇനി ചിത്തത്തിനാണോ ഇത് ഒഴിവായി കിട്ടേണ്ടത്? അതൊരിക്കലും സാധ്യവുമല്ല. കർത്തൃത്വ, ഭോക്തൃത്വ, സുഖ, ദുഃഖ ആദി അഭിമാനങ്ങൾ ചിത്തത്തിൻ്റെ സ്വഭാവമാണ്. വെള്ളത്തിൽ നിന്ന് ദ്രവത്വവും തീയിൽ നിന്ന് ചൂടും ഒഴിവാക്കാൻ ഒക്കുമെങ്കിൽ ചിത്തത്തിൽ നിന്ന് കർത്തൃത്വാദി ധർമ്മങ്ങളും ഒഴിവാക്കാൻ സാധിച്ചേക്കും. വസ്തുസ്വഭാവം നശിപ്പിക്കുക സാധ്യമല്ലല്ലോ. ഈ സംശയം ശരിയല്ല. ചിത്തത്തിൽ നിന്നും കർത്തൃത്വാദി ധർമ്മങ്ങൾ സമ്പൂർണമായി തുടച്ചു മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും ശക്തി കുറച്ച് അവയെ നിയന്ത്രണാധീനമാക്കാൻ കഴിയുന്നതാണ്. വെള്ളത്തിലെ ദ്രവത്വം മണ്ണുമായി കൂട്ടിക്കുഴയുമ്പോൾ നഷ്ടമാകുന്നു. മണിമന്ത്ര ഔഷധങ്ങൾ ഉപയോഗിച്ച് അഗ്നിയുടെ ചൂടും തടയാൻ കഴിയും. അതുപോലെ നിരന്തരമായ യോഗാഭ്യാസം കൊണ്ട് ചിത്തവൃത്തികളെയും പൂർണ്ണ നിയന്ത്രണത്തിലാക്കാൻ കഴിയുന്നതാണ്. ഇരിക്കട്ടെ, എന്നാലും പ്രാരബ്ധകർമ്മം ശേഷിക്കുമല്ലോ. അവിദ്യയെയും അതിൻ്റെ കാര്യങ്ങളായ ചിത്തവൃത്തികളെയും സമ്പൂർണമായി നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന തത്വജ്ഞാനിക്ക് അത് തടസ്സമായി തീരുകയില്ലേ? അപ്പോൾ പ്രാരബ്ധ കർമ്മഭോഗത്തിനു വേണ്ടി ദേഹേന്ദ്രിയങ്ങളോട് ബന്ധപ്പെട്ട വിഷയങ്ങളുമായി സംഘിക്കേണ്ടി വരുമല്ലോ. ചിത്തവൃത്തികൾ കൂടാതെ സുഖ ദുഃഖ ഭോഗം സാധ്യവുമല്ല. ഈ സ്ഥിതിക്ക് ചിത്തവൃത്തികളെല്ലാം പൂർണ്ണ നിയന്ത്രണത്തിലാകുമെന്ന് പറയുന്നത് എങ്ങനെ? പറയാം. ചിത്തവൃത്തികളെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കി ആനന്ദാതിശയ രൂപമായി സമ്പാദിക്കുന്ന ജീവൻ മുക്തിയും പ്രാരബ്ധ ഫലത്തിൽ അന്തർഭവിക്കുന്നു എന്നറിയേണ്ടതാണ്. പുരുഷ പ്രയത്നത്തിൻ്റെ മേന്മ. അങ്ങനെയാണെങ്കിൽ കർമ്മം കൊണ്ടു തന്നെ ജീവൻ മുക്തി ഉണ്ടായിക്കൊള്ളുമല്ലോ. അതിനുവേണ്ടി വിശേഷിച്ചൊരു പ്രയത്നം എന്തിനാണ്? കൃഷി, കച്ചവടം തുടങ്ങിയ കർമ്മങ്ങളിൽ ഫലാനുഭവം എങ്ങനെയോ അങ്ങനെ തന്നെയാണ് ജീവൻ മുക്തി ഫലവും. പുരുഷപ്രയത്നം കൊണ്ടല്ലേ കൃഷിയും കച്ചവടവും ഫലിക്കുന്നത്. ജീവൻ മുക്തിയും അങ്ങനെ തന്നെ. കർമ്മം സ്വയം പ്രകടമാകാത്ത അദൃഷ്ട വസ്തുവാണ്. വ്യക്തമായ സാധന സാമഗ്രി കൂടാതെ അതിന് ഫലത്തെ ജനിപ്പിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് കച്ചവടം തുടങ്ങിയവയിൽ പുരുഷപ്രയത്നം കൂടിയേ തീരൂ എന്നാണെങ്കിൽ ജീവൻ മുക്തി ലാഭത്തിനും കഥ തുല്യമാണ്. ഇനി പുരുഷപ്രയത്നം ഉണ്ടായാൽ പോലും കൃഷി, കച്ചവടം മുതലായവ ഫലലാഭത്തിൽ ചെന്നെത്താതെ പരാജയപ്പെട്ടു പോകുന്നത് കാണാറുണ്ട്. അവിടെ പ്രബലമായ കർമാന്തരം പ്രതിബന്ധമായി തീരുന്നതാണ് അതിന് കാരണം. ആ പ്രബലമായ കർമ്മം കൃഷിക്കാവശ്യമായ മഴയും മറ്റും ഉണ്ടാകാതിരിക്കുക എന്ന വ്യക്തരൂപം കൈക്കൊണ്ടാണ് ഫലലാഭത്തെ തടയുന്നത്. പ്രതിബന്ധത്തെ ഒഴിച്ചുമാറ്റാൻ കഴിവുള്ള പ്രബലതര കർമ്മങ്ങൾ കൊണ്ട് അവയും മാറിക്കിട്ടുന്നതാണ്. മഴയില്ലെങ്കിലും മറ്റു മാർഗങ്ങളിൽ കൂടി ജലസേചന സൗകര്യം സമ്പാദിക്കുന്നത് ഇതിന് ദൃഷ്ടാന്തമാണ്.
യജ്ഞം ചെയ്ത ദേവതാപ്രസാദം നേടി മഴയുണ്ടാക്കിയും പ്രതിബന്ധത്തെ നശിപ്പിക്കാം. ഇവിടെ വീണ്ടും നദീജല രൂപത്തിലും വൃഷ്ടിയായും പ്രകട സാമഗ്രിയെ ആശ്രയിച്ചുകൊണ്ടാണ് കർമ്മം വെളിപ്പെടുന്നത്. പ്രകട സാമഗ്രിയെ ആശ്രയിക്കാതെ കർമ്മത്തിന് വെളിപ്പെടാനേ സാധ്യമല്ല. എന്തിനേറെ പുരുഷപ്രയത്നം കൊണ്ട് ഫലഭോഗത്തിൽ പര്യവസാനിക്കേണ്ട പ്രാരബ്ധ കർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് യോഗാഭ്യാസ രൂപത്തിലുള്ള പുരുഷപ്രയത്നം വ്യർത്ഥമായി പോകുമെന്ന് ഭാവന ചെയ്യാൻ പോലും സാധ്യമല്ല. അല്ലെങ്കിൽ പ്രാരബ്ധ കർമ്മം തത്വജ്ഞാനത്തേക്കാൾ പ്രാബല്യം നേടി അതിനെ തടയുന്നുവെന്ന് വന്നാൽ യോഗാഭ്യാസം പ്രാരബ്ധ കർമ്മത്തെക്കാളും പ്രബലമാണെന്ന് കരുതുന്നതിലും അപാകതയില്ല. അതുകൊണ്ടാണ് പ്രാരബ്ധ ഭോഗത്തിനായി ലഭിച്ച ശരീരത്തെ പോലും ഉദ്ദാലകൻ, വീതഹവ്യൻ തുടങ്ങിയ യോഗിവര്യന്മാർക്ക് ജ്ഞാനോദയത്തിനു ശേഷം സ്വേച്ഛ പോലെ ഉപേക്ഷിക്കാൻ തരപ്പെട്ടത്. യോഗവാസിഷ്ഠത്തിൽ ഇവരുടെ യോഗാഭ്യാസ പാഠവം വിശദമായി വർണ്ണിച്ചിട്ടുണ്ട്. അല്പായുസ്സുകളായ നമുക്ക് ഉദ്ദാലനും മറ്റും നേടിയ രൂപത്തിലുള്ള യോഗാഭ്യാസ പാഠവം സാധ്യമല്ലെന്ന് വന്നാൽ പോലും കാമലോഭാദി ചിത്തവൃത്തി നിരോധ രൂപത്തിലുള്ള യോഗം അഭ്യസിക്കുന്നതിന് എന്താണ് പ്രയാസം? ശാസ്ത്രീയമായ പ്രയത്നത്തിന് സ്വാഭാവികമായ കർമ്മഗതിയേക്കാൾ പ്രാബല്യം അംഗീകരിക്കാതെ പോയാൽ വൈദ്യശാസ്ത്രം മുതൽ മോക്ഷശാസ്ത്രം വരെയുള്ള എല്ലാ ശാസ്ത്ര നിഗമനങ്ങളും വ്യർത്ഥമാണെന്ന് വന്നു ചേരും. ചിലപ്പോഴൊക്കെ പരാജയപ്പെടുന്നത് കൊണ്ട് മാത്രം പുരുഷപ്രയത്നം ദുർബലമാണെന്ന് പറഞ്ഞുകൂടാ. ചില പരാജയങ്ങൾ സംഭവിക്കുന്നുവെന്ന് കണ്ട് രാജാക്കന്മാർ സൈന്യശേഖരം വേണ്ടെന്ന് വയ്ക്കാറില്ലല്ലോ. ഇക്കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് ആനന്ദബോധാചാര്യൻ പറയുന്നത് നോക്കുക. അജീർണത്തെ ഭയന്ന് ആരും ആഹാരം ഉപേക്ഷിക്കാറില്ല. ഭിക്ഷുകന്മാരെ ഭയന്ന് ആഹാരം പാകം ചെയ്യാതിരിക്കുന്നില്ല. യോഗവാസിഷ്ഠത്തിൽ ശാസ്ത്രീയ പ്രയത്നത്തിൻ്റെ പ്രാബല്യം രാമന് വസിഷ്ഠൻ നല്ലപോലെ സ്പഷ്ടമാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാം പൗരുഷം കൊണ്ട് നേടാമെന്നും ഒടുവിൽ പൗരുഷത്തെയും വെടിഞ്ഞ് സത്യസ്വരൂപമായി ഏകീഭവിക്കണമെന്നും വസിഷ്ഠൻ രാമനോട് ആവശ്യപ്പെടുന്നു. സർവമേവേഹ ഹി സദാ സംസാരേ രഘുനന്ദന സമ്യക് പ്രയുക്താത് സർവേണ പൗരുഷാത് സമവാപ്യതേ. ഹേ രാമ, വേണ്ട പോലെ പ്രയോഗിക്കപ്പെടുന്ന പൗരുഷം കൊണ്ട് ഈ ലോകത്ത് ആർക്കും എന്തും നേടിയെടുക്കാവുന്നതാണ്. പൗരുഷം രണ്ടു വിധം: പുത്രകാമേഷ്ടി, ജ്യോതിഷ്ഠോമം, കൃഷി, വാണിജ്യം തുടങ്ങി ഭൗതിക ഫലങ്ങൾ നേടുന്നതിനും ബ്രഹ്മോപാസന വഴി മോക്ഷം നേടുന്നതിനുമുള്ള പുരുഷ പ്രയത്നമാണ് പൗരുഷം. ഈ പൗരുഷം രണ്ടു വിധമുണ്ട്: ശാസ്ത്രത്തെ അനുസരിക്കുന്നതും ശാസ്ത്രത്തെ അനുസരിക്കാത്തതും. സത്യം കണ്ടവരാണല്ലോ ശാസ്ത്രം രചിച്ചിട്ടുള്ളത്. വേദങ്ങളെ പ്രമാണമാക്കിയുള്ളതാണ് ശാസ്ത്രം. അതുകൊണ്ട് ശാസ്ത്രാനുസാരിയായ പൗരുഷം പരമപുരുഷാർത്ഥത്തെ നേടിത്തരുന്നു. ശാസ്ത്രത്തെ ധിക്കരിച്ചുകൊണ്ടുള്ള പൗരുഷം അനർത്ഥത്തിന് കാരണമായും ഭവിക്കുന്നു. പരദ്രവ്യം അപഹരിക്കുക, പരസ്ത്രീയെ കാമിക്കുക, ഇതിലൊക്കെ സാമർഥ്യം കാണിക്കുന്നതാണ് ശാസ്ത്രമാർഗം വെടിഞ്ഞുള്ള പൗരുഷം. ഈശ്വര ചിന്തയോടുകൂടി നിത്യനൈമിത്തികാദി കർമ്മങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുന്നതാണ് ശാസ്ത്രാനുസാരിയായ പൗരുഷം. ശാസ്ത്രത്തെ ധിക്കരിക്കുന്നവർക്ക് നരകം ഫലം, ശാസ്ത്രത്തെ പിന്തുടരുന്നവർക്ക് മോക്ഷം ഫലം. വസിഷ്ഠൻ രാമനോട് പറയുന്നത് നോക്കുക. ആബാല്യാദലമഭ്യസ്തൈഃ ശാസ്ത്രസത്സംഗമാദിഭിഃ ഗുണൈഃ പുരുഷയത്നേന സോർത്ഥഃ സമ്പദ്യതേ ഹിതഃ. ശ്രേയോരൂപമായ മോക്ഷം നേടുന്നതിലുള്ള അഭ്യാസം ബാല്യകാലം മുതൽ വേണ്ട പോലെ തുടങ്ങണം. ശാസ്ത്രത്തെയും സജ്ജനങ്ങളെയും ഇതിനായി കൂട്ടുപിടിക്കണം. സദ്ഗുണസമ്പന്നനായി സദാ പ്രയത്നിക്കണം. അങ്ങനെയായാലേ മോക്ഷമെന്ന പരമപുരുഷാർത്ഥം നേടാൻ കഴിയൂ. ഇത് കേട്ട് രാമൻ വസിഷ്ഠനോട് മറ്റൊരു സംശയം ചോദിക്കുന്നുണ്ട്. ഹേ മുനെ, കഴിഞ്ഞ ജന്മങ്ങളിൽ ഞാൻ സമ്പാദിച്ചു കൂട്ടിയ വാസനാ സമൂഹം എന്നെ അടിമപ്പെടുത്തി വിവിധ കർമ്മങ്ങൾക്കായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അനുകമ്പാർഹനായ ഞാൻ അവയുടെ ചൊൽപ്പടിക്ക് വർത്തിക്കുകയാണ്. എനിക്ക് ഇവിടെ എന്താണ് ചെയ്യാൻ കഴിയുക?
ഇവിടെ ധർമാധർമ്മങ്ങൾക്ക് പ്രേരണ നൽകുന്ന ഉറച്ചുപോയ ജീവസംസ്കാരങ്ങളെയാണ് വാസന എന്ന് വിളിക്കുന്നത്. വസിഷ്ഠൻ രാമന് നൽകുന്ന മറുപടി ശ്രദ്ധേയമാണ്. അടിമത്തത്തിൽ നിന്നും മോചിക്കാൻ പൗരുഷം മാത്രമാണ് ഉപായം. അതുകൊണ്ട് ഹേ രാമ, സ്വപ്രയത്ന രൂപത്തിലുള്ള പൗരുഷത്തെ സമാശ്രയിക്കൂ. അതുകൊണ്ട് ശാശ്വതമായ ശ്രേയസ് കൈവരിക്കാൻ സാധിക്കൂ. സ്ഥിരമായ ലക്ഷ്യത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആ ലക്ഷ്യത്തിലെത്താൻ ഇടതടവില്ലാതെ യത്നിക്കുകയാണ് പൗരുഷം. സ്വോത്സാഹം നേടുന്ന പൗരുഷം കൊണ്ടേ വാസനാ പാരതന്ത്ര്യം മാറിക്കിട്ടൂ. വാസന രണ്ടു വിധം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.